അടങ്ങാത്ത വിശപ്പാണ് റസൂലിനെ പുറത്തെത്തിച്ചത്. അതിശക്തമായ ചൂടുണ്ടായിട്ടും റസൂല് മുന്നോട്ട് നടന്നു. ലോകത്തിന്റെ നേതാവാണ് നടക്കുന്നത്. വഴിയരികിൽ സിദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും നിൽക്കുന്നത് കണ്ടു. അല്ല, എന്താണ് ഈ സമയത്ത് നിങ്ങൾ പുറത്തു നിൽക്കുന്നത് എന്ന് റസൂൽ തങ്ങളുടെ ചോദ്യത്തിന് രണ്ടുപേരും ഒരുപോലെ മറുപടി പറഞ്ഞു, വിശപ്പാണ് റസൂലെ. അങ്ങനെ മൂന്നുപേരും ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. എത്തിച്ചേർന്നത് അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിൽ. സ്വഹാബിക്ക് ഒരുപാട് സന്തോഷമായി. ലോകത്തിന്റെ നേതാവും അവിടുത്തെ പ്രിയ കൂട്ടുകാരും തന്റെ പടിവാതിലിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. സന്തോഷത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഈന്തപ്പഴം കൊടുത്തു. ഉടനെ ഒരാടിനെ അറുത്ത് ഭക്ഷണം തയ്യാറാക്കി. റസൂലിനും കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷമായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വിശന്ന് വയറൊട്ടി നടക്കുന്നത് ലോകത്തിന്റെ നേതാവാണ്. ലോക മുഅ്മിനീങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മുഹിബ്ബാണ്. 3 നേരം സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചിട്ടും പലപ്പോഴും നമ്മൾ പടച്ചവനെ മറക്കുന്നു, റസൂലിനെ മറക്കുന്നു. റസൂലെ, ഞങ്ങൾക്ക് കാവലേഖനെ, ഒരിക്കലെങ്കിലും അങ്ങയുടെ ചാരത്തെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ.